ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്ത്രീ എന്ന ഹിന്ദി മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ചന്ദേരി എന്ന് പറയുന്ന ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെ എല്ലാ വീടുകളുടെയും ചുവരില് ഓ സ്ത്രീ കല്ലാണ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു സ്ത്രീയുടെ ആത്മാവ് ഇതെല്ലാം നോക്കിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുന്നതായി കാണിക്കുന്നു. ആ നാട്ടിലെ ഫെസ്റ്റിവലിന്റെ ആദ്യത്തെ 4 ദിവസം സ്ത്രീ എന്ന ആൾക്കാർ വിളിക്കുന്ന ഈ ആത്മാവ് അവിടെ വരും. ഇതുപോലെ എഴുതിയിട്ടില്ലാത്ത വീടുകളിൽ ആ സ്ത്രീ കയറുകയും അവിടുത്തെ ആണുങ്ങളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അങ്ങനെ ആ സ്ത്രീ മുന്നോട്ട് പോകുമ്പോൾ ഒരു വീട്ടില് ആ എഴുതിയിരുന്ന എഴുത്തിൽ കുറച്ചു ഭാഗം മാഞ്ഞു പോയിരുന്നു. അവിടെ പുറത്തു നിന്നിരുന്ന ആളെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീയുടെ വിളി കേട്ട് ആരെങ്കിലും തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീ അയാളെ വശീകരിക്കും. അയാളുടെ കണ്ണുകൾ ചുവക്കുകയും സ്ത്രീ അയാളെ കൊണ്ടുപോവുകയും ചെയ്യും. അവസാനം ബാക്കിയാകുന്നത് അയാളുടെ വസ്ത്രങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെ വീണ്ടും ആ നാട്ടിലെ ഫെസ്റ്റിവല് തുടങ്ങുകയായി. എല്ലാവരും അവരുടെ ചുവരില് ഓ സ്ത്രീ കല്ലാന എന്ന ഒരാളെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ട്. അതിനർത്ഥം സ്ത്രീ നിങ്ങൾ നാളെ വരൂ എന്നാണ്. അത് കാരണം അത് വായിച്ചിട്ട് സ്ത്രീ മടങ്ങി പോവുകയാണ് പതിവ്. അങ്ങനെ നമ്മുടെ മൂവിയിലെ നായകനായ വിക്കിയെ കാണിക്കുന്നു. ആൾക്കാരിങ്ങനെ ചുവരിൽ എഴുതുന്നതിലൊന്നും അവന് വിശ്വാസമില്ലായിരുന്നു. നമ്മുടെ നായകനും അവന്റെ അച്ഛനും ടൈലേഴ്സ് ആയിരുന്നു. ആ നാട്ടിലെ എല്ലാ സ്ത്രീകളും അവിടെയാണ് തുണി തയ്ക്കാൻ വരുന്നത്. വിക്കി നല്ലപോലെ ഡ്രസ്സുകൾ തയ്ക്കുമായിരുന്നു, അതും വളരെയധികം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. അവനെ പോലെ അത്രയും നന്നായിട്ട് മെഷീൻ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന മറ്റാരും തന്നെ ആ നാട്ടിലില്ല എന്നാണ് അവന്റെ അച്ഛൻ വിശ്വസിക്കുന്നത്. ടൈലറിംഗിൽ അവൻ അത്രയധികം കഴിവുണ്ടായിരുന്നു. അങ്ങനെ കുറെ നേരം തന്റെ ജോലിയൊക്കെ ചെയ്ത ശേഷം അവൻ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി ടെറസിന്റെ മുകളിലേക്ക് പോകുന്നു. അവിടേക്ക് അവനെ കാണാൻ നമ്മുടെ നായിക വരികയാണ്. സിനിമയിലുടനീളം നമ്മുടെ നായികയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല. അവൾ വന്ന് അവനോട് പറയുന്നുണ്ട്, തനിക്കൊരു ലെഹങ്ക തയ്ച്ചു തരുമോ എന്ന്. കഴിഞ്ഞ ഫെസ്റ്റിവലിന് ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ നിങ്ങളെ കണ്ടിരുന്നു എന്ന് വിക്കിയോട് അവൾ പറയുന്നു. വിക്കിയും അന്ന് അവളെ കണ്ടിരുന്നു. കണ്ട മാത്രയിൽ അവളോട് അവന് ഇഷ്ടം തോന്നിയിരുന്നു. പിന്നീട് ഇപ്പോഴാണ് അവളെ വീണ്ടും കാണുന്നത്. ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ തനിക്കിത് തയ്ച്ചു തരണമെന്ന് അവൾ നിർബന്ധം പിടിക്കുന്നുണ്ട്. ഒടുവിൽ അവൻ സമ്മതിക്കുന്നു. എന്നാ പിന്നെ വൈകിട്ട് ഞാൻ അമ്പലത്തിലേക്ക് പോകും, അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. വിക്കിക്ക് 2 ഉറ്റ സുഹൃത്തുക്കളുണ്ട്, ബിട്ടുവും ജനയും. അവൻ ഓടി വന്ന് അവരോട് ഈ പെണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ ഫെസ്റ്റിവലിനും നീ ഇതേ പെണ്ണിനെ പറ്റി തന്നെ ഞങ്ങളോട് പറഞ്ഞു. ഇതുവരെ ഞങ്ങൾ ആരും അവളെ കണ്ടില്ല, നിന്റെ മുൻപിൽ മാത്രമേ ഇവളെങ്ങനെ വരുന്നെന്ന് അവർ ചോദിക്കുന്നുണ്ട്. വിക്കി ആകട്ടെ അവളുടെ പ്രണയത്തിൽ മയങ്ങിയിരിക്കുകയാണ്. അവൾ തന്റെ കയ്യിൽ പിടിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവൻ ഫ്രണ്ട്സിനോട് വലിയ അഭിമാനപൂർവ്വം പറയുന്നു. അങ്ങനെ അവൻ അന്ന് വൈകുന്നേരം അവളെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അവൾ എത്തുമ്പോഴേക്കും കുറെ താമസിച്ചിരുന്നു. ആരതി കഴിഞ്ഞിട്ടാണ് അവൾ വരുന്നത്. അമ്പലത്തിലേക്ക് കയറുന്നില്ല എന്ന് ചോദിക്കുമ്പോ ഇല്ലാന്ന് അവള് പറയുന്നുണ്ട്. ആരതി കഴിഞ്ഞു പോയല്ലോ, അതുകൊണ്ട് നാളെ കയറാമെന്ന് അവള് പറയുന്നു. നിങ്ങളെ വിളിക്കാൻ ഒരു ഫോൺ നമ്പർ പോലും എന്റെ കയ്യിലില്ലല്ലോ, ഫോൺ നമ്പർ ഒന്നും തരുമെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ഫോൺ ഇല്ല എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളെ ഒന്ന് വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, നിനക്കെന്നെ കാണണമെന്നോ സംസാരിക്കണമെന്നോ തോന്നുമ്പോൾ എന്നെ ഒന്ന് ഓർത്താ മതി, ഞാൻ അപ്പൊ തന്നെ നിന്റെ അടുത്തേക്ക് വരാമെന്ന്. നായിക അവിടെ നിന്നും പോകുന്നതിന് മുമ്പ് അവന്റെ കയ്യിലൊരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. നാളെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായ ശേഷം നീ ഈ ലെറ്റർ വായിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവൾ അത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നത്. അങ്ങനെ പൂജ തുടങ്ങുന്ന ആദ്യത്തെ രാത്രിയാണ് കാണിക്കുന്നത്. ബിട്ടുവും ജനയും കൂടി റോഡിൽ കൂടി നടന്നു പോകാൻ നേരത്ത് രുദ്ര എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കാൻ പാടില്ല, ഇന്ന് പൂജ തുടങ്ങുന്ന ആദ്യത്തെ ദിവസമാണ്, സ്ത്രീ വന്ന് ആണുങ്ങളെ പിടിച്ചുകൊണ്ടുപോകും. ഇത് കേട്ട് അവരും പേടിക്കുന്നു. സ്ത്രീയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ രുദ്രയോട് അവർ ചോദിക്കുന്നുണ്ട്. ഈ 4 ദിവസം സ്ത്രീയിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് വഴികളുണ്ട്. എന്തൊക്കെ വന്നാലും ശരി, രാത്രിയില് വീടിന് പുറത്ത് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പാടില്ല. ഇനി എന്തേലും കാരണത്താൽ നിങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ കുറേയധികം ആൾക്കാരെ കൂട്ടിയിട്ട് വേണം ഇറങ്ങാൻ, ഒറ്റയ്ക്ക് ഇറങ്ങരുത്. ഇനി എന്തെങ്കിലും കാരണത്താൽ സ്ത്രീയുടെ അടുത്ത് പോയി പെട്ട് കഴിഞ്ഞാൽ അവൾ നിന്റെ പേര് വിളിക്കും. ആ സമയത്ത് ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കാൻ പാടില്ല. 3 തവണ പേര് വിളിക്കും, ഒരു തവണ പോലും തിരിഞ്ഞു നോക്കരുത്. നിൽക്കുന്നിടത്ത് നിന്നും ചെരുപ്പൂരി കയ്യിൽ പിടിച്ച ശേഷം പതിയെ നടന്ന് അവിടുന്ന് പോകണം, ഓടാനും പാടില്ല. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടിയുണ്ട്. അത് പറയാൻ അയാൾ തുടങ്ങുമ്പോഴേക്കും അയാളുടെ ഫോൺ റിങ് ചെയ്യുന്നു. ഷമ എന്ന് പറയുന്ന ഏതോ പെണ്ണാണ് വിളിച്ചത്. അയാൾ ആ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നു. പറയാൻ വന്ന കാര്യം പൂർത്തിയാക്കിയതുമില്ല. ഇതെല്ലാം കേട്ട് പേടിച്ചാണ് ബിട്ടുവും ജനയും അവിടെ നിന്നും നടന്നു പോകുന്നത്. അവര് നേരെ അവരുടെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ ആകട്ടെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. എല്ലാവരും ചേർന്നിട്ട് അവിടെ പാർട്ടി നടത്തുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ വിക്കിയുമുണ്ട്. അങ്ങനെ പാർട്ടിയെല്ലാം ഒരുവിധം തീരാറായി. അതിനിടയ്ക്ക് വിക്കി ആകട്ടെ പുറത്തേക്ക് പോയി യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. ഓ സ്ത്രീ നാളെ വരുമെന്ന് എഴുതി വെച്ചിരുന്നിടത്തേക്കാണ് അവൻ യൂറിൻ പാസ് ചെയ്യുന്നത്. അത് കാരണം നാളെ എന്നുള്ള ആ വാക്ക് മാഞ്ഞുപോയി. പൂജയുടെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ സ്ത്രീ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചുവരിലെ എഴുത്ത് മാഞ്ഞുപോയത് കാരണം സ്ത്രീ ആ വീടിനുള്ളിലേക്ക് കയറുന്നു. വീടിന്റെ മുകളിൽ ഒറ്റയ്ക്ക് പോയ ഒരു യുവാവിനെ സ്ത്രീ അവിടെ നിന്നും പിടിച്ചുകൊണ്ടു പോകുന്നു. എല്ലാവരും ഇത് കണ്ട് നിലവിളിക്കാൻ തുടങ്ങി. ബാക്കിയായത് അവന്റെ ഡ്രസ്സ് മാത്രമായിരുന്നു. ചുവരിൽ എഴുതിയിരിക്കുന്നത് മാഞ്ഞത് കാരണമാണ് സ്ത്രീ വന്നതെന്നും അവനെ പിടിച്ചുകൊണ്ടു പോയതെന്നും അവർ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി.
സ്ത്രീ തട്ടിക്കൊണ്ടുപോയ ആളെ തിരഞ്ഞ് ഇറങ്ങണമെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിലും രാത്രിയായ കാരണം എല്ലാവരും പേടിച്ച് അവരവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ വിക്കി കുളിച്ചൊരുങ്ങി തലേന്ന് അവന് നായിക കൊടുത്ത ആ ലെറ്റർ എടുത്ത് വായിക്കുന്നുണ്ട്. ഡിയർ വിക്കി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ലെറ്റർ തുടങ്ങുന്നത്. അവനത് തന്റെ കൂട്ടുകാരെയും കാണിക്കുന്നു. അവരാകട്ടെ അത് വായിച്ചിട്ടിരുന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ളതായിരുന്നു. അവൾക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അത് വിക്കി എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കണം. ഒരു കുപ്പി ആൽക്കഹോള്, വെള്ളപ്പൂച്ചയുടെ രോമം, പല്ലിയുടെ വാല്, അങ്ങനെ വിചിത്രമായ കുറെ കാര്യങ്ങളായിരുന്നു അത്. ഇതെല്ലാം കണ്ട് ബിട്ടു പറയുന്നുണ്ട് കൂടോത്രം ചെയ്യാനുള്ള സാധനങ്ങളാ ഇതൊക്കെയെന്ന്. ഇതൊക്കെ അവൾക്ക് എന്തിനാണെന്നും ചോദിക്കുന്നു. എന്നാൽ നായികയുടെ പ്രണയത്തിൽ അന്ധനായിരുന്നു നമ്മുടെ വിക്കി. അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാ. അതുകൊണ്ട് അവൾ ആവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ അവൻ സംഘടിപ്പിക്കുന്നു. എന്നിട്ട് അന്ന് രാത്രി അവൻ വീണ്ടും അവളെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇത്തവണയും ആരതി കഴിഞ്ഞിട്ടാണ് അവള് വരുന്നത്. ഇത്തവണയും നീ ആരതി മിസ് ചെയ്തല്ലോ എന്ന് അവൻ അവളോട് പറയുന്നു. അമ്പലത്തിലെ പ്രസാദം അവൾക്ക് നീട്ടിയപ്പോ അവള് പറയുന്നുണ്ട് എനിക്കിത് വേണ്ട, എനിക്കിന്ന് വ്രതമാണെന്ന്. അവൾ അത് കഴിക്കുന്നില്ല. അവൾ ആവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അവളുടെ കയ്യിൽ കൊടുക്കുന്നു. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നും വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന്. അതേസമയം ബിട്ടുവും ജനയും സംസാരിച്ചുകൊണ്ട് വരികയാണ്. ബിട്ടു തന്റെ സംശയം ജനയോട് പറയുന്നു. വിക്കിയുടെ ഈ ഗേൾഫ്രണ്ട് തന്നെയാണോ ആ സ്ത്രീ എന്ന്. കാരണം കഴിഞ്ഞ തവണയും പൂജയുടെ അന്ന് മാത്രമാണ് ഇവള് വന്നത്. ഇപ്പോഴും പൂജയുടെ സമയത്ത് വന്നിരിക്കുന്നു. അവൾ ആവശ്യപ്പെട്ട സാധനങ്ങളും കൂടോത്രം ചെയ്യാനുള്ളത്. ചിലപ്പോ അവള് തന്നെയായിരിക്കും സ്ത്രീ. അങ്ങനെയാണെങ്കിൽ വിക്കി എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷിക്കണം. അവർ വിളിച്ചിട്ടും വിക്കി ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. വിക്കി ആകട്ടെ നായികയുടെ കൂടെ എവിടെയൊക്കെ പോവുകയാണ്. വിക്കി അന്വേഷിച്ച് ഇവർ രണ്ടുപേരും ഇറങ്ങുന്നു. വിക്കിയും നായികയും ഒരിടത്ത് തീയൊക്കെ കൂട്ടിയിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അവളുടെ ലഹങ്ക തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അളവും അവൻ അവിടെ വെച്ച് തന്നെ എടുക്കുന്നു. അങ്ങനെ അവര് റൊമാൻസിലേക്ക് കടക്കാൻ തുടങ്ങിയതും വിക്കി കണ്ണടച്ച് നിൽക്കുകയായിരുന്നു അവളെ കിസ് ചെയ്യാൻ. കണ്ണു തുറന്നു നോക്കുമ്പോഴേക്കും അവൾ അവിടെ ഇല്ലായിരുന്നു. പൂജയുടെ രണ്ടാമത്തെ ദിവസമായിരുന്നു അത്. അവൻ അവിടെയല്ല അവളെ നോക്കിയെങ്കിലും അവിടെ എങ്ങും കണ്ടില്ല. അവസാനം അവൻ എങ്ങനെയൊക്കെയോ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. വിക്കി അന്വേഷിച്ചിട്ട് കാണാത്ത കാരണം ബിട്ടുവും ജനയും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ജന ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോ അവന്റെ പുറകെ സ്ത്രീ കൂടുന്നുണ്ട്. സ്ത്രീ തന്റെ പിറകെ ഉണ്ടെന്ന് അവന് മനസ്സിലായതും അവൻ ചെരുപ്പൂരി നടക്കാൻ ആരംഭിച്ചു. എന്നാൽ സ്ത്രീ വീണ്ടും വീണ്ടും അവന്റെ പേര് വിളിക്കാൻ തുടങ്ങി. ആ വിളി കേട്ടാൽ ആരായാലും തിരിഞ്ഞു നോക്കിപ്പോകും. മൂന്നാമത്തെ തവണ വിളിച്ചപ്പോഴേക്കും അവൻ അറിയാതെ തിരിഞ്ഞു നോക്കിപ്പോയി. സ്ത്രീ അവന്റെ മുൻപിലേക്ക് വരികയും അവന്റെ കണ്ണ് റെഡ് കളർ ആവുകയും ചെയ്യുന്നു. വിവാഹ വസ്ത്രം ധരിച്ച് പാതി മുഖം മറച്ച് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുകയായിരുന്നു സ്ത്രീ. അവളുടെ ഭയാനകമായ രൂപം കണ്ടതും അവൻ നിലവിളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവനെയും കൊണ്ട് അവൾ അവിടെ നിന്നും പോകുന്നു. അവസാനം ബാക്കിയത് അവന്റെ ഡ്രസ്സ് മാത്രമായിരുന്നു. ജനയെ സ്ത്രീ കൊണ്ടുപോയി തറഞ്ഞിട്ട് അവന്റെ വീട്ടുകാരുൾപ്പെടെ എല്ലാവരും ഇരുന്ന് കരയുകയാണ്. വിക്കിയും ബിട്ടും ആകെ സങ്കടത്തിലായിരുന്നു. തങ്ങളുടെ കൂട്ടുകാരനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ബിട്ടു വിക്കിയോട് പറയുന്നുണ്ട് നിന്റെ ആ ഗേൾഫ്രണ്ട് തന്നെയാണ് സ്ത്രീ എന്ന് എനിക്ക് തോന്നുന്നു എന്ന്. കാരണം കഴിഞ്ഞ തവണയും പൂജയുടെ സമയത്ത് മാത്രമാണ് അവള് വന്നത്. സ്ത്രീയും ആ സമയത്താണ് വരുന്നത്. ഇത്തവണയും പൂജയുടെ സമയത്ത് മാത്രം അവള് പ്രത്യക്ഷപ്പെട്ടു. നീ ഈ പറയുന്ന നിന്റെ ഗേൾഫ്രണ്ടിനെ ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ല. നീ മാത്രമേ അവളെ കണ്ടിട്ടുള്ളൂ. നാട്ടിലെല്ലാം തന്നെ സ്ത്രീയിൽ നിന്നും എങ്ങനെ രക്ഷ നേടാന്നുള്ള ചർച്ചയാണ്. രുദ്രയുടെ അടുത്താണ് എല്ലാവരും വന്ന് ഓരോന്ന് ചോദിക്കുന്നത്. വീട്ടിലെ സ്ത്രീകളൊക്കെ ആണുങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളും ഞങ്ങളെ പോലെ സാരി എടുത്തോണ്ട് നടന്നാ മതിയെന്ന്. സ്ത്രീ നിങ്ങളെ പിടിച്ചോണ്ട് പോകില്ല എന്ന്. അങ്ങനെ പല പല ഉപായങ്ങളായിരുന്നു ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത്. ബിട്ടു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്ന കാരണം വിക്കി പെട്ടെന്ന് തന്നെ നായികയ്ക്ക് വേണ്ടിയുള്ള ലഹങ്ക തയ്ക്കുന്നു. അതും കൊണ്ട് അവളെ കാണാൻ വേണ്ടി പോവുകയാണ്. അവൻ സ്ഥിരം പോയി ഇരിക്കാറുള്ള ടെറസിൽ പോയി കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ അവൾ അവിടേക്ക് വരുന്നുണ്ട്. അവൻ തയ്ച്ച ലഹങ്ക അവളുടെ കയ്യിൽ കൊടുക്കുന്നു. അവന്റെ ഉള്ളിലുള്ള ഡൗട്ട് അവൻ തുറന്ന് അവളോട് ചോദിക്കുന്നു നീ തന്നെയാണോ ആ സ്ത്രീ എന്ന്. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ സ്ത്രീ എന്റെ കൂട്ടുകാരനെ പിടിച്ചുകൊണ്ടുപോയി. നീയാണ് സ്ത്രീയെങ്കിൽ എന്റെ കൂട്ടുകാരനെ വെറുതെ വിടാനും അവൻ പറയുന്നു. അവൾ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയായിരുന്നു. തനിക്ക് മാത്രമേ ഇവളെ കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ അവിടെ ഇരുന്ന മറ്റൊരാളെ വിളിച്ച് അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നായിക അവിടെ നിന്നും പോയിരുന്നു. അവന്റെ ഉള്ളിൽ സംശയങ്ങൾ കൂടി വരാൻ തുടങ്ങി. ജനയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിനുവേണ്ടി രുദ്രയുടെ സഹായം അവർ തേടുന്നുണ്ട്. സ്ത്രീയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന ഒരു ബുക്കിൽ നിന്നും അവർ കണ്ടെത്തുന്നു. ശാസ്ത്രി എന്ന് പറയുന്ന ഒരാൾ ഈ ഗ്രാമത്തെ കുറിച്ച് എഴുതിയ ഒരു ബുക്കായിരുന്നു അത്. ആ ബുക്കിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തില് ഒരു വേശ്യ താമസിച്ചിരുന്നു. അതീവ സുന്ദരിയായിരുന്നു അവൾ. നാട്ടിലെ ആണുങ്ങൾക്കെല്ലാം അവളോട് അതിയായ കാമമായിരുന്നു. എന്നാൽ ഒടുവിൽ അവളുടെ ശരീരത്തെ സ്നേഹിക്കാതെ അവളുടെ മനസ്സിനെ മാത്രം സ്നേഹിക്കുന്ന ഒരാളെ അവൾക്ക് കിട്ടി. അയാളെ അവൾ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇത് ബാക്കിയുള്ള ആർക്കും തന്നെ സഹിച്ചില്ല. അവരുടെ ആദ്യരാത്രി നടക്കുന്നതിന് മുൻപ് തന്നെ ഇവരെ രണ്ടുപേരെയും ഇവിടുത്തെ ജനങ്ങൾ കൊന്നുകളയുന്നു. പാതി വഴിക്ക് നിന്നും പോയ തന്റെ ആദ്യരാത്രി പൂർത്തിയാക്കാൻ വേണ്ടിയാണ് അവളിപ്പോൾ ആണുങ്ങളെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്നത്. അവളുടെ യഥാർത്ഥ പ്രണയം അവൾക്ക് തിരിച്ചു കിട്ടണം. എന്നാൽ മാത്രമേ അവൾ ശാന്തയാകൂ. അടുത്തതായിട്ട് ഈ സ്ത്രീയിൽ നിന്നും മുക്തി നേടാനുള്ള വഴികളാണ് അവർ നോക്കുന്നത്. എന്നാൽ ആ പേജുകളെല്ലാം തന്നെ അതിൽ നിന്നും ആരോ കീറിക്കൊണ്ടുപോയിരുന്നു. അത് കാരണം ആ വഴിയൊന്നും തന്നെ അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ആ ബുക്കില് സ്ത്രീ ഉള്ള സ്ഥലത്തെ പറ്റിയുള്ള കുറച്ച് ഫോട്ടോസ് അവർ കാണുന്നു. ആ സ്ഥലം തനിക്ക് അറിയാമെന്ന് വിക്കി പറയുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും ആ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അവിടെ എന്തായാലും ജനയെ അവർക്ക് കണ്ടുകിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പഴകി ദ്രവിച്ച ആ കോട്ടയിലേക്ക് അവരെത്തിയതും 3 പേരും 3 ദിശയിലേക്ക് പോകുന്നുണ്ട്. സ്ത്രീ ബാക്കിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കരുതെന്ന് പ്രത്യേകം
വേഗം രുദ്ര അവരോട് പറയുന്നുണ്ട്. എന്നാൽ കുറെ ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ രുദ്രയും ബിട്ടുവും എന്തൊക്കെയോ സൗണ്ട് കേട്ട് പേടിച്ചിട്ട് കോട്ടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. വിക്കി അപ്പോഴും ജനയെ അന്വേഷിച്ച് അവിടെ നടക്കുകയാണ്. കുറെ കഴിയുമ്പോൾ അവന്റെ ബാക്കിലായിട്ട് സ്ത്രീ വരുന്നുണ്ട്. അവനത് മനസ്സിലാവുകയും ചെയ്തു. സ്ത്രീ അവനെ പലതവണ വിളിച്ചെങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് നിൽക്കുകയായിരുന്നു അവൻ. കുറച്ചു കഴിയുമ്പോൾ സ്ത്രീയുടെ അനക്കം ഒന്നും കേൾക്കുന്നില്ല. അവൻ പതിയെ ഫോൺ എടുത്ത് ഒരു ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. ബാക്കിൽ സ്ത്രീ ഇല്ല എന്ന് ഉറപ്പിച്ചിട്ട് അവൻ തിരിഞ്ഞതും സ്ത്രീ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവന്റെ മുൻപിലേക്ക് വരുന്നു. അവനെയും വശീകരിക്കുന്നു. അവന്റെ കണ്ണും റെഡ് ആകാൻ തുടങ്ങിയിരുന്നു. പക്ഷെ പെട്ടെന്ന് ആരോ സ്ത്രീയെ ആക്രമിക്കുന്നു. സ്ത്രീ അവിടെ നിന്നും പെട്ടെന്ന് മാഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ നായികയായിരുന്നു. വിക്കി അവൾ സ്ത്രീയുടെ കയ്യിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ വിക്കിയും നായികയും കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇവളെങ്ങനെ ഇവിടെ വന്നു എന്ന് ബിട്ടു ചോദിക്കുന്നു. ഒരു കാര്യത്തിൽ അവർക്ക് ഉറപ്പായി, ഇവള് സ്ത്രീയല്ല എന്നുള്ള കാര്യത്തില്. അങ്ങനെ നമ്മുടെ നായിക എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ഈ സ്ത്രീ കാരണം തനിക്കും വേണ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്ത്രീയെ എങ്ങനെയെങ്കിലും തളയ്ക്കാൻ വേണ്ടിയിട്ട് കുറെ നാളുകളായിട്ട് അവൾ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ ഫെസ്റ്റിവലിനും സ്ത്രീ വരുന്ന സമയത്ത് ഇവളും വരുന്നത്. ഒരുപാട് താന്ത്രികരെയും അഘോരികളെയും ഒക്കെ പോയി ഞാൻ കണ്ടു. സ്ത്രീയെ തളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പല വഴികളും താൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തവണയെങ്കിലും സ്ത്രീയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അവൾ കണ്ടുപിടിച്ച വഴികളൊക്കെ വെച്ചിട്ട് സ്ത്രീയുടെ ശക്തി കുറയുന്നത് മാത്രമേ ഉള്ളൂ. സ്ത്രീ ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് ഇനി വേറെ വഴികൾ കണ്ടെത്തണമെന്നാണ് അവൾ പറയുന്നത്. ശാസ്ത്രിജിയുടെ ആ പുസ്തകത്തെ പറ്റി രുദ്ര പറയുന്നു. ആ പുസ്തകത്തിലെ പേജുകൾ കീറിപ്പോയ കാരണം അവർക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ശാസ്ത്രിയെ തന്നെ നമുക്ക് നേരിട്ട് പോയി കാണാമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും തിരിച്ചു പോകാൻ നേരം വഴിയിൽ വെച്ച് ജനയെ അവർ കാണുന്നുണ്ട്. വസ്ത്രങ്ങളൊന്നുമില്ലാതെയാണ് അവൻ അവിടെ നിൽക്കുന്നത്. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കോട്ടും കൊടുത്തിട്ട് അവനെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോഴാണ് അവരുടെ വീട്ടുകാർക്ക് സമാധാനമായത്. എന്നാൽ അവന് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. തനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി കിടന്നുറങ്ങുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അവൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന എല്ലാ സ്ത്രീകളും കരഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കുന്നു. അവരുടെ എല്ലാം വീട്ടിൽ നിന്ന് ഓരോ ആണുങ്ങളെ കാണാതായിരിക്കുന്നു. എല്ലാ വീടുകളുടെയും മതിൽ എഴുതി വെച്ചിരുന്നതെല്ലാം തന്നെ ആരോ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അത് കാരണം സ്ത്രീ വന്ന് എല്ലാ വീട്ടിൽ നിന്നും ആണുങ്ങളെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഇത് ആരാണ് ചെയ്തതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് ബിട്ടു ജനയെ കാണാൻ അവിടേക്ക് വരുന്നു. ജനയാകട്ടെ ഒരിടത്ത് ബാധ കയറിയ പോലെ ഇരിക്കുകയാണ്. അവന്റെ കൈ കണ്ടപ്പോൾ ബിട്ടുവിന് മനസ്സിലായി തലേന്ന് രാത്രി ഈ മതിലിൽ എഴുതിയിരുന്നതെല്ലാം തന്നെ മായ്ച്ചത് ജനയാണെന്ന്. അവനൊരു ഭ്രാന്തനെ പോലെ ബിട്ടുവിന്റെ നേരെ പാഞ്ഞെടുക്കുന്നു. അവൻ ആകെ വയലന്റായി എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങിയിരുന്നു. നായിക ഒരു വിധത്തിൽ വന്ന് അവന്റെ നെറ്റിയിൽ കുറെ ഭസ്മമൊക്കെ തേച്ച് കഴിയുമ്പോഴാണ് അവനൊന്ന് ശാന്തനാകുന്നത്. നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാം തന്നെ ജനങ്ങളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ നിന്നും കാണാതായ ആണുങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നവർക്ക് പാരിതോഷികം നൽകുമെന്ന്. ഇവരെല്ലാം രക്ഷിക്കണമെങ്കിൽ സ്ത്രീയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം. അതിനു വേണ്ടിയിട്ട് അവർ ആ ശാസ്ത്രിജിയെ തന്നെ നേരിട്ട് പോയി കാണുകയാണ്. ഈ നാട്ടിലെ പുരുഷന്മാർ ആ സ്ത്രീയെ നല്ലപോലെ ഉപയോഗിച്ചവരാണ്. എന്നാൽ അവർക്ക് വേണ്ടത്ര സ്നേഹമോ ബഹുമാനമോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഒടുവിൽ ഒരാൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അയാളെയും അവർ ഇല്ലാതാക്കി. അത് കാരണം അവൾ ഈ നാട്ടിലെ ഒരാണുങ്ങളെ പോലും വെറുതെ വിടാൻ പോകുന്നില്ല. എല്ലാവരെയും കൊല്ലും. സ്ത്രീയുടെ ആക്രമണത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ സാധിക്കൂ. അയാൾ ആരാണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതിന് ശാസ്ത്രി പറയുന്നത് ഇങ്ങനെയായിരുന്നു. ആ വ്യക്തിക്ക് വെള്ള നിറമാണ്, നീണ്ട മൂക്കുണ്ട്. അയാൾ ഒരു കലാകാരനാണ്. ഓക്കുമരങ്ങളുടെ അടുത്താണ് അയാളുടെ ജനനം. അയാളുടെ കണ്ണിൽ എപ്പോഴും സ്നേഹമുണ്ടാകും. വീട്ടിലെ ഒറ്റ മകനായിരിക്കും. അവസാനമായിട്ട് ഒരു കാര്യം കൂടി അയാൾ പറയുന്നു. ഞാൻ ഈ പറഞ്ഞ വ്യക്തി ഒരു വേശ്യയുടെ മകനുമായിരിക്കും. ആ വ്യക്തി വിവാഹവും കഴിച്ചിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ള ഒരാൾ ഈ ഗ്രാമത്തിലുണ്ടെന്നാണ് ശാസ്ത്രി പറയുന്നത്. അതാരാണെന്ന് അവർ തലപുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും കണ്ണ് വിക്കിയിലേക്ക് നീങ്ങുന്നു. അയാൾ പറഞ്ഞ പോലെ അവന് വെളുത്ത നിറമാണ്, നീണ്ട മൂക്കാണ്. ഈ നാട്ടിലെ ഏറ്റവും നല്ല തയ്യൽക്കാരനാണ്. അതുകൊണ്ട് തന്നെ അവൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. വീട്ടിലെ ഒറ്റ മകനുമാണ്. അവൻ ജനിച്ചത് അവന്റെ അമ്മൂമ്മയുടെ വീട്ടിലാണ്. അവിടെ ചുറ്റും ഓക്കുമരങ്ങളുമുണ്ട്. അതൊക്കെ കറക്റ്റ് ആണെന്ന് വിക്കിയും സമ്മതിക്കുന്നു. എന്നാൽ ഞാനൊരു വേശ്യയുടെ മകനല്ലല്ലോ എന്ന് അവൻ പറയുന്നു. പക്ഷേ ഇത് കേട്ട് രുദ്ര പറയുന്നുണ്ട്, ആ സത്യം നിനക്ക് മാത്രമേ അറിയാത്തതായിട്ടുള്ളൂ എന്ന്. ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം നിന്റെ അമ്മ ഒരു വേശ്യയായിരുന്നു എന്ന്. ദേഷ്യം വന്ന വിക്കി അവരോടെല്ലാം വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എന്റെ അമ്മ അങ്ങനെ ഒരു സ്ത്രീ അല്ല എന്ന് അവൻ പറയുന്നു. എന്നാൽ അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അവന്റെ അമ്മ അങ്ങനെ ഒരു സ്ത്രീ ആയിരുന്നു എന്ന്. ഈ നാട്ടിൽ ആരും തന്നെ അവനെ ആ സത്യം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ ഒരു തവണ പോലും അവനെ ആരും കളിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അവൻ തന്റെ അച്ഛനോട് ഇതിനെപ്പറ്റി പോയി ചോദിക്കുന്നുണ്ട്. അയാളുടെ മുഖം കാണുമ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട് രുദ്ര പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു എന്ന്. പക്ഷേ വിക്കിക്ക് അതിലൊരു വിഷമവുമില്ലായിരുന്നു. എന്റെ അമ്മ ഒരു വേശ്യയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഈ നാടിനെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കുമല്ലോ എന്നതായിരുന്നു അവന്റെ സന്തോഷം. അങ്ങനെ അവർ എങ്ങനെ സ്ത്രീയെ തളയ്ക്കാമെന്ന് ആലോചിക്കുകയായിരുന്നു. ഈ സ്ത്രീ
ഓരോ വീടിന്റെയും മുൻപിലേക്ക് വരുമ്പോ നാളെ വരൂ എന്ന് എഴുതി വെച്ചിരിക്കുന്ന കാരണം അത് വായിച്ചിട്ട് തിരിച്ചു പോവുകയാണ് പതിവ്. വീണ്ടും പിറ്റേന്ന് വരുമ്പം ഇതേ സാധനം തന്നെ വായിച്ചിട്ട് വീണ്ടും തിരിച്ചു പോകും. അതുകൊണ്ട് IQ ലെവൽ കുറവാണ് സ്ത്രീക്ക്. അവളെ ഈസി ആയിട്ട് പറ്റിക്കാം. അവളുടെ ആവശ്യം അവളുടെ ആദ്യ രാത്രി പൂർത്തിയാക്കുക എന്നതായിരിക്കാം. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് രുദ്ര പറയുന്നു. അങ്ങനെ അവളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ഇവിടെ വെച്ച് അവളെ കൊല്ലാം. സ്ത്രീയെ തളയ്ക്കാൻ വേണ്ടിയുള്ള മന്ത്രങ്ങളെല്ലാം തന്നെ നായിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ മന്ത്രത്തകടുകൾ ചുറ്റിയ ഈ കത്തി ഉപയോഗിച്ച് അവളുടെ നെഞ്ചിൽ കുത്തണം. അങ്ങനെ മാത്രമേ അവൾ ഇല്ലാതാകൂ. അങ്ങനെ പൂജ അവസാനിക്കുന്ന അവസാന രാത്രിയായിരുന്നു അത്. അവർ സ്ത്രീക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിക്കി ഒരു നവവരനെ പോലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ബാക്കി എല്ലാവരും അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. സ്ത്രീ അങ്ങനെ ഓരോ വീടിന്റെ ഫ്രണ്ടിലെത്തുന്നു. ഇവരുടെ വീടിന്റെ അടുത്തെത്തുമ്പോ സ്ത്രീ ഇന്ന് അകത്തേക്ക് വരുമെന്നായിരുന്നു അവർ എഴുതിയിരുന്നത്. അത് വായിച്ചിട്ട് സ്ത്രീ ഉള്ളിലേക്ക് പോകുന്നു. അവർ പലയിടത്തും ആരോ വരച്ചു വെച്ചിരുന്നു. അതെല്ലാം കണ്ടിട്ട് സ്ത്രീ വിക്കിയുടെ അടുത്തെത്തുന്നുണ്ട്. പക്ഷെ അതേസമയം ജനയാകട്ടെ ആകെ വയലന്റ് ആയി അവരുടെ അടുത്തേക്ക് വരുന്നു. ജനെ ഒരു വിധത്തിൽ അടക്കി നിർത്താൻ ശ്രമിക്കുകയായിരുന്നു രുദ്രയും ബിട്ടുവും. ഈ നേരം കൊണ്ട് സ്ത്രീ ആകട്ടെ വിക്കിയുടെ അടുത്തേക്ക് വരികയും വിക്കിയെ അവളുടെ വശതിയിലാക്കുകയും ചെയ്യുന്നു. വിക്കിക്ക് ആ കത്തി എടുക്കാൻ പോലും കഴിഞ്ഞില്ല. വിക്കിയും കൊണ്ട് സ്ത്രീ അവിടെ നിന്നും കടന്നു കളഞ്ഞു. നായിക വന്ന് നോക്കുമ്പോഴേക്കും വിക്കി അവിടെ ഇല്ലായിരുന്നു. വിക്കി എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് അവർ ആ കോട്ടയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. സ്ത്രീ വിക്കിയെ കോട്ടയിലേക്ക് കൊണ്ടിട്ട ശേഷം അവനെ പല സൗണ്ടുകളും ഉണ്ടാക്കി പേടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ആദ്യ രാത്രി പൂർത്തിയാക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് വിക്കി തന്റെ ഡ്രസ്സുകൾ ഊരാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഇത് കണ്ടതും സ്ത്രീ കൂടുതൽ ദേഷ്യപ്പെടാൻ തുടങ്ങി. അവൻ പേടിച്ച് വീണ്ടും തന്റെ ഡ്രസ്സുകൾ എടുത്ത് ധരിക്കുന്നു. അപ്പോഴേക്ക് സ്ത്രീ അവന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ കണ്ണിൽ സ്നേഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. കുറെ നേരം അവൻ സ്ത്രീയെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് നായിക വന്ന് താൻ തയ്യാറാക്കിയ ഭസ്മം സ്ത്രീയുടെ ശരീരത്തിലേക്ക് എറിയുന്നു. അതോടുകൂടി സ്ത്രീ ബോധം കെട്ട് അവിടെ വീഴുകയാണ്. അവളുടെ ശക്തികളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. വിക്കിയുടെ കയ്യിലേക്ക് ഒരു കത്തി കൊടുത്തിട്ട് അവള് പറയുന്നുണ്ട് സ്ത്രീയെ കൊല്ലാൻ. എന്നാൽ വിക്കിക്ക് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഇവരോട് ഇങ്ങനെ ക്രൂരത ചെയ്യുകയാണെങ്കിൽ ഈ നാട്ടുകാരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാകില്ല. എനിക്ക് അവരെ കണ്ടിട്ട് കൊല്ലാൻ തോന്നുന്നില്ല. അവർക്ക് ആവശ്യമുള്ളത് സ്നേഹവും ബഹുമാനവുമാണ്. അത് ഈ നാട്ടുകാർ കൊടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടുകാരെ ഉപദ്രവിക്കാതെ അവരിവിടെ നിന്നും പോയിക്കൊള്ളും. അവനാ പറയുന്നത് കേട്ടിട്ട് നായികയും പിന്നെ സ്ത്രീയെ കൊല്ലാൻ അവനെ നിർബന്ധിക്കുന്നില്ല. ശരി, നീ അവളെ കൊല്ലണ്ട. അവളുടെ ശക്തിയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവളുടെ മുടി മാത്രം കട്ട് ചെയ്തെടുക്കാൻ പറയുന്നു. അങ്ങനെ അവൻ ആ മുടി മുറിക്കാൻ ചെല്ലുമ്പോഴേക്കും സ്ത്രീ വീണ്ടും ഉണരുന്നുണ്ട്. എന്നിട്ട് അവരെ ആക്രമിക്കാൻ തുടങ്ങി. നായികയുടെ നേരെയാണ് സ്ത്രീ പാഞ്ഞെടുക്കുന്നത്. അവളുടെ കഴുത്തിൽ പിടിച്ച് മുകളിലേക്ക് പൊക്കാൻ തുടങ്ങിയതും വിക്കി പുറകിലൂടെ വന്നിട്ട് സ്ത്രീയുടെ മുടി കട്ട് ചെയ്തെടുക്കുന്നു. അതോടുകൂടി സ്ത്രീ പെട്ടെന്ന് അവിടെ നിന്നും അപ്രത്യക്ഷയാകുന്നു. ആ മുടി മാത്രം താഴെ കിടപ്പുണ്ടായിരുന്നു. സ്ത്രീ അത്രയും കാലം തട്ടിക്കൊണ്ടുപോയ എല്ലാ പുരുഷന്മാരും ആ കോട്ടയിൽ നിന്നും പുറത്തേക്ക് കടക്കുകയാണ്. അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വിക്കിയും സംഘവും നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. സ്ത്രീ കൊണ്ടുപോയ പുരുഷന്മാരെ എല്ലാം രക്ഷിച്ചുകൊണ്ടുവന്ന സ്ഥിതിക്ക് അവർ പ്രഖ്യാപിച്ച പാരിതോഷികം വിക്കിക്കും സംഘത്തിനും കൊടുക്കുന്നു. നമ്മുടെ നായിക അവിടെ നിന്നും തിരിച്ചു പോകാൻ ബസ് കയറാൻ നിൽക്കുകയാണ്. വിക്കി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. നിനക്ക് പോകാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. തനിക്ക് പോയേ പറ്റൂന്നാണ് അവള് പറയുന്നത്. വിളിക്കാൻ ഒരു നമ്പറെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ ഒന്ന് ഓർത്താ മതി എന്നാണ് അവള് പറയുന്നത്. എന്നാൽ അവള് ബസ്സിൽ കയറി കഴിയുമ്പോഴാണ് അവന്റെ ഒരു കാര്യം ഓർക്കുന്നത്. ഇതുവരെയും അവളുടെ പേര് അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബസ്സിലിരുന്ന് പോകാൻ നേരം നായിക തന്റെ ബാഗിൽ നിന്നും ഒരു സാധനം പുറത്തേക്ക് എടുക്കുന്നു. അതവര് കട്ട് ചെയ്ത സ്ത്രീയുടെ മുടിയായിരുന്നു. അവളത് തന്റെ മുടിയോട് ചേർത്ത് വെക്കുന്നുണ്ട്. സ്ത്രീയുടെ മുടിയും അവളുടെ മുടിയും ഒന്നായി ചേരുന്നു. അവളുടെ കണ്ണുകൾ റെഡ് കളറായി മാറി. സ്ത്രീയുടെ ശക്തികളെല്ലാം അവൾക്കും കിട്ടി. ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും അവൾ പെട്ടെന്ന് അപ്രത്യക്ഷയാവുകയും ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമുള്ള കഥയാണ്. വീണ്ടും ഫെസ്റ്റിവൽ ദിവസം തുടങ്ങി. അന്ന് രാത്രി സ്ത്രീ ആ ഗ്രാമത്തിലേക്ക് വരുന്നു. എന്നാൽ അവിടെ കവാടത്തിൽ സ്ത്രീയുടെ ഒരു പ്രതിമ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓ സ്ത്രീ, നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമെന്നാണ് അതിൽ എഴുതിയിരുന്നത്. സ്ത്രീ ആഗ്രഹിച്ച ബഹുമാനവും സ്നേഹവും ആ നാട്ടുകാര് സ്ത്രീക്ക് കൊടുത്തു തുടങ്ങിയിരുന്നു. ഇവിടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സെക്കൻഡ് പാർട്ട് എക്സ്പ്ലനേഷൻ വേണ്ടവർ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.